അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം മാരകമായ രോഗമായ ക്യാൻസറിനെ പറ്റിയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹു തആല പല വിഷയങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. പല രോഗങ്ങളെപ്പറ്റിയും അതിൻ്റെ മരുന്നുകൾ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നമ്മുടെ ഇമാമിങ്ങളും അല്ലാത്തതുമായ പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ പല ജാതി മരുന്നുകളെപ്പറ്റിയും നമുക്ക് ഇൻഷാ അല്ലാഹു തആല ചർച്ച ചെയ്യാനുണ്ട്. ഇന്ന് പറയുന്നത് ക്യാൻസർ എന്ന് പറയുന്ന ഈ രോഗം വളരെ സ്പീഡായിട്ട് വ്യാപിക്കുന്നത് കൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു ചെറിയ വിവരണം നൽകുന്നത്. പലരും വിചാരിക്കുന്നത് പോലെ ഇത് ഒരു പുതിയ രോഗങ്ങളല്ല. പഴയകാലത്ത് തന്നെ ഈ രോഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് രോഗങ്ങൾ പഴയകാലത്തുണ്ടായിരുന്നെങ്കിലും അത് അത്ര സ്പ്രെഡായിട്ട് വ്യാപകമായിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരുടെ നല്ല ഭക്ഷണങ്ങൾ, നല്ല പാനീയങ്ങൾ, അവിടെ ആ നല്ല ലൈഫ് സ്റ്റൈലുകൾ കൊണ്ട് രോഗങ്ങൾ വ്യാപകം അല്ലായിരുന്നു. രോഗങ്ങൾ പഴയകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ രോഗം വളരെ വ്യാപകമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അത് പല തരത്തിലുള്ള ക്യാൻസറുകളുണ്ട്. മുമ്പ് പറഞ്ഞിരുന്നത് ഈ മെഡിക്കൽ ഫീൽഡിലെ ശാസ്ത്രജ്ഞന്മാർ, ഗവേഷകർ അത് 100 തരത്തിലുള്ള ക്യാൻസറുകളുണ്ട് എന്നാണ്. അതിൻ്റെ ശേഷം അവർ പറഞ്ഞു 250 വ്യത്യസ്ത തരത്തിലുള്ള ക്യാൻസറുകളുണ്ട് എന്ന്. ഇപ്പോൾ ഒരു വിദഗ്ധനായ ഡോക്ടറിൻ്റെ ഒരു ഉദ്ധരണി വായിക്കാൻ പറ്റി. 1 മില്യൺ 10 ലക്ഷം വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്യാൻസറിന് മരുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. മരുന്ന് തീർച്ചയായിട്ടും ഉണ്ട്, പലതും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാമിൻ ദാഇൻ ഇല്ലാ അൻസല ലഹു ദവാഅൻ അലിമഹു മൻ അലിമ ജഹിലഹു മൻ ജഹില. ചുരുക്കത്തിൽ എല്ലാ രോഗങ്ങൾക്കും ഇവിടെ മരുന്നുണ്ട്. പക്ഷേ അതിനെ അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനെ നന്നായിട്ട് റീസർച്ച് ചെയ്ത് അതിൻ്റെ മരുന്നുകൾ, അതിൻ്റെ ഫാർമക്കോളജി എല്ലാം നന്നായി മനസ്സിലാക്കി പഠിച്ച് അതിനെ കൈകാര്യം ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. നന്നായിട്ട് റീസർച്ച് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്തിലെ അറിയപ്പെടുന്ന ഹസ്സാൻ പാഷ ശംഷിയെ പോലെയുള്ളവർ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും മരുന്നുണ്ട്, കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പലതിനും. എങ്കിലും പലതിനും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു, ചികിത്സിച്ചു മാറ്റുന്നുണ്ട്. അലോപ്പത്തിയിലും ഇംഗ്ലീഷ് മെഡിസിനിലും അതേപോലെ തന്നെ ആയുർവേദത്തിലും ഹോമിയോയിലും മറ്റുള്ള യുനാനിയിലും പല ചികിത്സാ ശാഖകളിൽ, ഈ മരുന്നിൻ്റെ ശാഖകളിൽ പലതിനും മരുന്നുണ്ട്. ഇപ്പോഴും അവർ കണ്ടുപിടിക്കാൻ വേണ്ടി വളരെയധികം കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് പഴയ കാലത്തുള്ള 4650 വർഷം മുമ്പ് ഏറ്റവും വലിയ ലോകത്തിൽ അറിയപ്പെടുന്ന ഡോക്ടറായ ശുശ്രുതൻ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ വിശ്വവിജ്ഞാന കോശമായ ആ സംഹിതയിൽ, ശുശ്രുത സംഹിതയിൽ ഈ ക്യാൻസറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷം വന്ന ഒരു BC 2000 വന്ന ചരക അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ എൻസൈക്ലോപീഡിയയായ ആ ചരക സംഹിതയിലും ഈ ക്യാൻസറിനെ പറ്റിയും അതിൻ്റെ മരുന്നിനെ പറ്റിയും
പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ശേഷം ഒരുപാട് ആൾക്കാർ വന്നു. അതിൻ്റെയും ഇടയ്ക്ക് വന്ന നമ്മുടെ അലോപ്പത്തിക്കൻ്റെ ഫാദറായ ഹിപ്പോക്രേറ്റും ഈ ക്യാൻസറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വളരെ പ്രസിദ്ധനായ ഡോക്ടർ ജാലൈനൂസ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും അദ്ദേഹം ഈ ക്യാൻസറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ഹിപ്പോക്രാറ്റിനെ പറ്റിയും ഗാലനെ പറ്റിയൊക്കെ ജാലൈനൂസ് അബക്കറാത്ത് എന്ന് ഇമാം സുയൂത്തി അടക്കമുള്ള പല പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ, കിതാബുകളിൽ ഇവരെ പറ്റി എഴുതിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അവരത്രയും പ്രസിദ്ധരാണ്. പിന്നീട് വന്ന ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ അബൂബക്കർ സക്കരിയ റാസി അവരുകൾ ഒരുപാട് ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥം വളരെ പ്രസിദ്ധമായ ഗ്രന്ഥം, യൂറോപ്പിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഹാവി. അതിലും ഈ ക്യാൻസറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധനായ ഡോക്ടർ ഇബ്നു സീന, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ ഖാനൂനു ഫി തിബ്ബി, ദ കനൻ ഓഫ് അവിസിൻഹ. ഈ പറയുന്നവർ പല ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതിലും ഈ ക്യാൻസറിനെ പറ്റിയിട്ട് അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അലി ഇബ്നു അബ്ബാസ് അവരും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഈ ക്യാൻസറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് വന്ന മുഹമ്മദ് അഹ്വദിയും അതേപോലെ തന്നെ അങ്ങനെ പലരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും വലിയ വലിയ പണ്ഡിതന്മാർ, സയ്യിദ് ഇസ്മായിൽ ജുർജാനിയെ പോലെ ഈ പറയുന്നവരൊക്കെ 948 അവരുടെ ജനനങ്ങൾ, അതിൻ്റെ അപ്പുറമൊക്കെയാണ് അവരുടെ ജനനങ്ങൾ. 983 മറ്റൊരു വലിയ ഡോക്ടറിൻ്റെ, ഇങ്ങനെ നാം പേര് പറഞ്ഞാൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം പഴയ കാലത്ത് ഈ ക്യാൻസറിനെ പറ്റി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മരുന്നുകളെപ്പറ്റിയും അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം വന്ന ഒരുപാട് ഡോക്ടേഴ്സും ക്യാൻസറുകളെപ്പറ്റി അവരുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, മരുന്നുകളെപ്പറ്റിയും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഇത് വളരെ വ്യാപകമായിട്ടാണ് കാണുന്നത്. മുമ്പ് ഉണ്ടായിരുന്നു, വളരെ 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 വിരളായിരുന്നു. കാരണം അവിടെ നല്ലതായ ഫുഡ്, നല്ല പാനീയങ്ങൾ, അവിടെ നല്ലതായ ജീവിത രീതിയിലൂടെയാണ് ആ ക്യാൻസറുകൾ തട്ടിപ്പോയിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ, ജീവിത രീതിക്ക് നല്ലൊരു മാറ്റം വന്നതുകൊണ്ട്, നമ്മുടെ ഫുഡ് പാനീയങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വന്നതുകൊണ്ട് ക്യാൻസറുകൾ കുന്നുകൂടുന്ന ഒരു കാലമാണ് നാം കണ്ടുവരുന്നത്. ഇപ്പോഴത്തെ കണക്ക് നോക്കിയാൽ ഒരു ഏകദേശം 13 വർഷത്തിന് മുമ്പുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അതിലും കൂടുതൽ കൂടിയിട്ടുണ്ടാകും. ക്യാൻസറിൻ്റെ പേഷ്യൻറ്റുകൾ നന്നായിട്ട് ലോകത്തിൽ തന്നെ 1 കോടി ക്യാൻസറിൻ്റെ രോഗികളെ എല്ലാ കൊല്ലവും ചികിത്സിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതിൽ 45 ലക്ഷം ആൾക്കാർ ക്യാൻസർ മുഖേന എല്ലാ വർഷവും മരിക്കുന്നു എന്ന് കണക്ക് പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പറയുന്നത് ഈ 13 വർഷത്തെ മുമ്പത്തെ കണക്കാണ്. എല്ലാ വർഷവും 7 ലക്ഷം പേരെ ക്യാൻസറിനായി ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കുന്നു, അല്ലെങ്കിൽ പുറമേ ചികിത്സിക്കുന്നു.
അതിൽ 3.5 ലക്ഷം ആൾക്കാർ ക്യാൻസർ മുഖേന മരിച്ചു വീഴുന്നു എന്ന് പറയുന്നു. ഈ 7 ലക്ഷം പറഞ്ഞ ക്യാൻസറിൻ്റെ രോഗികളിൽ പുകയില കൊണ്ട് മാത്രം 2,30,000 ആൾക്കാർ മരിക്കുന്നു എന്ന് പറയുന്നു. 2,30,000 ആൾക്കാർക്ക് ക്യാൻസർ പിടിക്കപ്പെടുന്നു എന്ന് പറയുന്നു പുകയില സംബന്ധമായ കാര്യങ്ങളെ കൊണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സിഗരറ്റ്. ഈ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ നാം അത്ര ചെറുതായി കാണുന്നത് ഒരിക്കലും നല്ലതല്ല. ഈ ലോകത്തിൽ അതിൻ്റെ കൂടിൽ തന്നെ എഴുതി വെക്കപ്പെടുന്ന അത് ഡേഞ്ചറസ് ആണ്, ഇത് മുഖേന ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്ന് എഴുതി വിൽക്കുന്ന ഒറ്റ ഒരു സാധനമാണ് സിഗരറ്റ്. ഈ സിഗരറ്റിൽ പറയുന്നത് 7000 ഒരു സിഗരറ്റിൽ 7000 കെമിക്കൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ കത്തിച്ച് വലിക്കുമ്പോഴേക്ക് 7000 കെമിക്കൽ ഉണ്ട്. അതിൽ ഏകദേശം 250-ലധികം കെമിക്കലുകൾ ഹാനികരമാണ്. ഒരു 50-ലേറെ കെമിക്കലുകൾ ക്യാൻസറിൻ്റെ അംശം ഉള്ളതുമാണ് എന്ന് അതിൻ്റെ റീസർച്ചിൽ പറയുന്നു. പിന്നീട് ബീഡി, അതുപോലെ തന്നെ പാൻ പറാഗ്, ഗുഡ്ക, അതുപോലെ തന്നെ ഈ പുകയില സംബന്ധമായ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട്. അത് ഒരിക്കലും നല്ലതല്ല. നമ്മുടെ ആരെങ്കിലും ചെറുപ്പക്കാർ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് നല്ല നിലക്ക് ഉപദേശിച്ച് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. ഒരിക്കലും അവരോട് അവർക്ക് വിഷമമാകുന്ന ഒരു രീതിയിൽ പറയലല്ല, കാര്യങ്ങൾ ബോധവൽക്കരണം നടത്തി അവരെ മനസ്സിലാക്കി കൊടുത്ത് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം. നമ്മുടെ നാട്, നമ്മുടെ രാജ്യം നന്നാകണം. അതിനു വേണ്ടി രാജ്യത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി നാം നന്മ ചെയ്യണം. ഇവിടെ നമ്മുടെ നാട്ടിലും എല്ലാ രാജ്യങ്ങളിലും ശാന്തി ഉണ്ടാകണം. അല്ലാഹു തആല ഈ ഭൂമിയെ തന്നെ, എല്ലാ രാജ്യങ്ങളെയും ഭൂമിയെ തന്നെ അല്ലാഹു തആല ശാന്തിയാൽ നിറക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.